എല്ലാവർക്കും അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ട് നിക്കിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കുക. അതൊരു കഥയാണ്. നിക്കിക്ക് മേറ്റ് ആയിട്ട് ഇത് ഇന്ന് 55 ദിവസമായിട്ടോ. ഇന്നലെ അല്ല മിനിങ്ങാന്ന് അവക്കടെ മൂത്രം ഒഴിക്കണ ഭാഗത്ത് ശലം തടുപ്പ് പോലെ ഇങ്ങനെ ഒരു പയ്യൊരു പോറൽ പോലെ കണ്ടു. എന്നിട്ട് ഞാൻ ഉപ്പുവെള്ളമൊക്കെ തിളപ്പിച്ച് തുടച്ചൊക്കെ കൊടുത്തു. ഇന്നലെ അതേപോലെ ചെയ്തപ്പോൾ തന്നെ ഇച്ചിരി കൂടുതൽ കല്ലച്ചിരിക്കും. അന്നേരം കണ്ടിട്ടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് കാപ്പി വേഗം ഉണ്ടാക്കി കുടിച്ചിട്ട് അതിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു. ഡോക്ടറെ വിളിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ അതിനകത്ത് പുഴു കാണുമായിരിക്കും എന്ന് പറഞ്ഞു. ചെന്നപ്പോൾ പരിശോധിച്ചപ്പോൾ 5-8 പുഴുവിനെ എടുത്തു. ബാക്കി എടുക്കത്തില്ല. അവൾ സമ്മതിക്കുന്നില്ല. നമ്മൾ പിടിച്ചിങ്ങനെ അവൾക്ക് വയറുണ്ടായിരുന്നതുകൊണ്ട് പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര റിസ്ക്കാണ്. എന്നിട്ട് കുറച്ചെടുത്തിട്ട് കുറച്ച് മരുന്നും സ്പ്രേ ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. പുഴു ബാക്കിയുള്ള ചത്തു പൊക്കോളെന്ന് പറഞ്ഞു. ഇനി നാളത്തെ കുറഞ്ഞില്ലേ നാളത്തെ കൊണ്ട് ചെല്ലണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ചോറും കറികളൊന്നും ആക്കാണ്ട് പോയത്. അടുക്കളയിലെ പണി കഴിക്കാണ്ടാണ് പോയത്. കാപ്പി മാത്രം ഉണ്ടായി. ചേട്ടനൊന്നും ജോലിക്ക് പോകണ്ടായിരുന്നു. അതുകൊണ്ട് കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ട് പോയി. വന്നിട്ട് വെയിലല്ലേ പറ്റില്ലായിരുന്നു. എന്നിട്ട് പിന്നെ അന്നേരം ഒന്നും പണി ചെയ്തില്ല. ഇനിയിപ്പോൾ ആണ് അടുക്കളയിലേക്ക് പണി ചെയ്യാൻ കയറുവാണ്. ഇവിടെ പണിക്കാരൊക്കെ ഉണ്ട്. തണ്ണിമത്തങ്ങ മേടിച്ചിട്ട് വന്ന് തണ്ണിമത്തങ്ങ പട്ടികളും ഞങ്ങളൊക്കെ തിന്നു. വലിയ പട്ടികൾക്ക് കൊടുത്തില്ല. എന്നിട്ട് ഇന്നിപ്പം കറി ഉണ്ടാക്കാൻ തുടങ്ങും. ചോറിന് സമയമാകുമ്പോഴത്തേന് എത്ര കറി ഉണ്ടാകുമെന്നറിയില്ല. നമുക്ക് നോക്കാം. ആദ്യമേ കുറച്ച് പാത്രം കഴുകിയിട്ട് കുക്കർ കഴുകിയെടുക്കണം. ചക്കക്കുരു ഒരുക്കി വെച്ചിട്ടുണ്ട്. ചക്കക്കുരു കറി വയ്ക്കാം. കൈയുടെ കുഴക്കാണെങ്കിൽ വേഗം എന്താ പിന്നെ ഞാനു
അത്യാവശ്യമുള്ള പാത്രം കഴുകിയെടുത്തു. ഇനി ചക്കക്കുരു ഇതേ കുക്കറിലിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞിട്ട് ഉപ്പും അത് വെന്തട്ട ഞാൻ ഇടാറ്. കുക്കറിൽ അടുപ്പത്ത് വെച്ച് ഒരു 4-5 വിസിലടിക്കണം. ഞാനത് കുക്കറിൽ ഇരുന്ന് ഇത് വേവിക്കാൻ കാരണം ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു, കുറച്ച് ദിവസമായി. നന്നായിട്ട് വേവണമെങ്കിൽ 3-4 വിസിലടിക്കണം. ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടേ ഒരാഴ്ചയായി. അതാദ്യം കറി വെക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടു. നല്ലപോലെ ആവി കയറി കഴിയുമ്പോൾ അടച്ച് വെക്കും. നമ്മുടെ കുക്കറിൽ വിസിലടിച്ചിട്ടുണ്ട്. ഇനി അത് വാങ്ങി വെച്ച് അടുത്ത പരിപാടി. ചക്കക്കുരു ഞാൻ കൂടുതൽ ഉണ്ടായിരുന്നത് വേവിക്കാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇച്ചിരി മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. അല്ലെങ്കിൽ അത് വെച്ചിരുന്നാൽ ചിലപ്പോൾ ഉണങ്ങിപ്പോവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കറി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ കൂട്ടാലോ. ഇതിലേക്ക് സവോളയും കുറച്ച് തേങ്ങാക്കൊത്തും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. കരിയാപ്പില ഇട്ടത് വന്നില്ല. ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മീറ്റ് മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. അടച്ചാരെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ ചക്കക്കുരു വേവിച്ച് വെച്ചേക്കണം ചേർത്ത് കൊടുക്കും.
നല്ലപോലെ തീ കൂട്ടി വെച്ച് അതിൻ്റെ വെള്ളം വറ്റിച്ച് എടുക്കും. പിന്നെ ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി നെല്ലിക്ക ഉണ്ടായിരുന്നു. അത് ചുമ്മാ ഫ്രിഡ്ജിലിരുന്നാലേ അതൊന്ന് ചൂടിട്ട് നമുക്കൊരു കുഞ്ഞി ചമ്മന്തി അരയ്ക്കാം. ഇവിടെ ചക്കക്കുരു കുറച്ചെടുത്ത് ചാറ് കറിയാക്കാൻ മാങ്ങയും മുരിങ്ങക്കോലും ഇട്ടുകൊണ്ട് വെച്ചിട്ടുണ്ട്. അരപ്പ് അരച്ചും വെച്ചിട്ടുണ്ട്. ഇത് തിളയ്ക്കട്ടെ. ചക്കക്കുരുക്കകത്ത് അരപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ തിളയ്ക്കണം. എന്നിട്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് തിളയ്ക്കുമ്പോഴത്തേനും കടുക് വറുത്ത് ഇങ്ങോട്ട് ഒഴിക്കാം. ശരിക്കും ഉടയുന്നില്ല തോന്നുന്നു. അത് കുറച്ച് ദിവസം അതിലെ ഫ്രിഡ്ജിൽ വെച്ചേക്കണം. മറന്നു പോകും. പിന്നെ എൻ്റെ കൈയുടെ കുഴയ്ക്ക് വേദനയായിരുന്നു. ചക്കക്കുരു എടുക്കാൻ പാടായിരുന്നു. ആരുടെയും പറഞ്ഞാൽ വിശ്വസിക്കൂ. നമ്മളെ വിഷമം നമുക്കല്ല അറിയാം. എന്താ പോ മക്കളോടെ നക്കൂ കേൾപ്പിക്കുന്നു. കറിവേപ്പില പറിക്കാനേ ഭയങ്കര വെയിലും. തിളച്ച് എന്താന്നേ കറി വാങ്ങി വയ്ക്കാം. അടുപ്പത്ത് എണ്ണ വെച്ചിട്ടുണ്ട്. മുട്ട, സവോളയും പച്ചമുളകും ഉപ്പിട്ട് നല്ലപോലെ അടിച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായിട്ടാണ് ഒഴിക്കാവുള്ളൂ. നല്ല സൂപ്പറായിട്ട് കൊമളച്ച് വരുന്നു. മുട്ട ഇങ്ങനെ പൊങ്ങി വരണമെങ്കിൽ നല്ല എണ്ണ ഒഴിക്കണം. പാത്രം നല്ല ചൂടായിരിക്കണം. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. ഓക്കെ. മുട്ട വേകണ സമയം കൊണ്ട് ഒരു ചമ്മന്തി, നെല്ലിക്ക, പച്ചമുളക്, ഉള്ളി, ഉപ്പ്, ഇതിൻ്റെ കൂടെ തേങ്ങ ഇട്ട് ഒരു കപ്പ്. മുട്ടയപ്പം എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെയാണ് മുട്ടയപ്പം. ഇങ്ങനെ അമ്മക്കി കൊടുക്കണമായിട്ട്. മറ്റേ പക്ഷേ അമ്മക്കയിലെങ്കിൽ തീ കുറച്ച് വെച്ച് കുറച്ച് സമയം വെച്ചേക്കണം എന്നുള്ളൂ കേട്ടോ. ചമ്മന്തി അരച്ചു കാണിച്ചു തരാം. ചമ്മന്തി അരച്ചു കണ്ടോ? ചോറ് കാണാവോ? ഇന്ന് നിക്കിയുടെ വീഡിയോയാണ്. നിക്കീനെ ഇന്ന് മേറ്റ് വെച്ചിട്ട് 55 ദിവസമായി. അന്നേരം വലിയൊരു കുരിശ് വന്നു. കുരിശ് അവളവിടെ കയറ്റി കിടത്തേക്കുക. അവൾക്ക് നേരത്തെ ഈ ഡിസ്ചാർജ് പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ നനവുണ്ടായിരുന്നതുകൊണ്ടായിരിക്കും. ഇതിൻ്റെ നനവും എല്ലാം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും ആ മൂത്രം വയ്ക്കുന്ന ഭാഗത്ത് ഇങ്ങനെ കല്ലച്ച് പോലെ ഇരിക്കുന്നു. അന്നേരം ഞാൻ ഉപ്പുവെള്ളമൊക്കെ തുടച്ചായിരുന്നു. ഇന്നത് അവിടെ ഒരു കുഴി പോലെ ഉണ്ട്. അതിനകത്ത് പുഴു ഉണ്ടെന്നാണ് തോന്നണം. പുഴു വെച്ച് കാണുന്ന ഡോക്ടർ പറഞ്ഞാൽ ഇനി അതിനെ അങ്ങോട്ട് ആശുപത്രി പോകണം. ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്താണ് ഹോസ്പിറ്റൽ. അതുകൊണ്ടൊരു ടെൻഷനാണ് എനിക്ക്. കാണിച്ച് തരാം. കുഞ്ഞിപ്പാപ്പം കണ്ടത് കണ്ട കുഞ്ഞിപ്പാപ്പം. കാണിക്കണ്ട, കാണിച്ചാലേ അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിക്കി ഉറങ്ങുന്നു.
അവൾക്ക് അതിന് വേദന ഉണ്ടെന്ന് തോന്നുന്നു. അത് മിണ്ടു പോലുമില്ല. വേദന ഉണ്ടെങ്കിലും മിണ്ടില്ല. ഞാൻ തന്നെ കണ്ടുപിടിച്ചത് കൊണ്ട് അറിഞ്ഞതാണ്, അല്ലെങ്കിൽ അറിയുകയില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ കണ്ടാൽ എനിക്ക് ഉപ്പുവെള്ളമൊക്കെ തുടച്ച് കഴിയുമ്പോൾ പൊക്കോളൂന്ന് ഞാൻ ഓർത്തു. പോയില്ല. അത് പിന്നെ സ്പ്രേ ചെയ്യണം, മരുന്ന് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റിറോയിഡൊക്കെ ഉള്ളതുകൊണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴുകിക്കണം. അതാണ് ആകെ ടെൻഷൻ. കിടന്നോട്ടോ. നമുക്ക് മരുന്ന് മേടിക്കാൻ പോകണം. എന്നിട്ട് അതിന് രാത്രിയിലൊക്കെ അതിനകത്തുനിന്ന് വെള്ളം വന്നെന്ന് എനിക്ക് തോന്നണം. ആ മുറിവിന്നേ നക്കുന്നുണ്ട്. 10 മണിക്ക് ചെല്ലാനാണ് പറഞ്ഞത്. 9 മണിയായി കിട്ടിയെന്ന് പോകാമായിരുന്നു. കിടന്നോട്ടോ അമ്മ, അപ്പോൾ വരാവേ.